ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ നാഷി. അപ്പൊ ഞാൻ ഇന്ന് ഈ ഓൺ വോയിസിൽ വരാനുള്ള കാരണം, ഇന്ന് കാലിക്കറ്റിൽ ഏതോ ഒരു ഷൂസിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു. വെറും ഉദ്ഘാടനമല്ല, ആദ്യം വരുന്ന 100 പേർക്ക്, അതും ₹1 നോട്ട് കൊണ്ടുവരുന്ന ആദ്യം വരുന്ന 100 പേർക്ക് ഷൂസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് ഇന്ന് രാവിലെ 6 മണി മുതൽ കോഴിക്കോട് ടൗണിൽ ഈ ഷോപ്പിന്റെ ഒരുപാട് കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് ടോക്കൺ സംവിധാനമാണ്, ടോക്കൺ കൊടുത്താണ് ഷൂ കൊടുക്കുന്നത്. അതൊന്നും നിങ്ങൾ ആദ്യത്തെ പരസ്യത്തിലൊന്നും പറഞ്ഞില്ല എന്ന് മക്കള് പറഞ്ഞു. അതൊക്കെ പോട്ടെ, എന്തിനാട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്ര തിക്കും തിരക്കിലും പെട്ട് ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിയാണോ? അല്ല, മറിച്ച് ആ കുട്ടിക്കും ഫാമിലിക്കും മാത്രമാണ് നഷ്ടം. എനിക്ക് മക്കളോട് ഇന്ന് പോയ ആളുകളൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ പല പല പരസ്യങ്ങളും പബ്ലിസിറ്റിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഇന്ന് അവിടെ പോയ കുട്ടികൾ കുറേ കുട്ടികൾ തല്ല് കിട്ടി ലാസ്റ്റ് ചാർജ് ഉണ്ടായി. ലാസ്റ്റ് ചാർജ് ഉണ്ടോ? സ്വാഭാവികമായും പോലീസ് ലാസ്റ്റ് ചാർജ് നടത്തും. കാരണം അത്രയും തിക്കും തിരക്കുണ്ടാവും. പോലീസുകാർക്ക് അവരുടെ നിയമം നടത്തണം. അതിന്റെ പേരിൽ അവിടെ ലാസ്റ്റ് ചാർജ് നടന്നു. കുട്ടികൾ കുറെ തള്ളി കിട്ടി. നോമ്പ് നോറ്റ് എവിടുന്നോ എത്രയോ ദൂരത്തു നിന്നൊക്കെ ബസ്സിലൊക്കെ വന്ന മക്കൾ രാവിലെ 6 മണിക്ക് അവിടെ എത്തിയ മക്കൾ ഇപ്പോൾ ഷൂസ് ഒന്നും കിട്ടിയില്ല, തട്ടിപ്പാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകാൻ. എനിക്ക് നിങ്ങളോട് മുതിർന്ന ആളുകളാണ് പറയാനുള്ളത്, ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, നിങ്ങൾക്ക് പബ്ലിസിറ്റി വേണം, പരസ്യം വേണം, ഒക്കെ വേണം. അതിന് നിങ്ങൾ വേറെ നല്ല നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത് വെറുതെ ഇങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ഞാനൊരു നിങ്ങളാരെയും ഉപദേശിക്കുന്ന ഉപദേശിക്കുകയല്ല. കാരണം എനിക്കും മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇട്ടത്. ആ മക്കളെ വീഡിയോസ് കൊണ്ട് എനിക്ക് സങ്കടം തോന്നി. കാരണം വെച്ചാൽ അത്രയും ദിവസം 6 മണിക്ക് നിങ്ങളെ കോഴിക്കോടുള്ള ഷോപ്പിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവസാനം ലാത്തി ചാർജിനുണ്ട്, ലാത്തി അടിയും കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങാണ്. എത്ര പ്രതീക്ഷയോടെ മക്കളെ നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടാകുക. ഇങ്ങനെ ഒരു പരസ്യം പബ്ലിസിറ്റി ഉണ്ടാക്കി നിങ്ങൾ ആ ഷോപ്പ് കെട്ടി പടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് മെച്ചാണുള്ളത്? ഒന്നുമില്ലല്ലോ. ആലോചിക്കുക, നിങ്ങളെ വീട്ടിലും മക്കളും ഒക്കെ ഉണ്ടാവില്ലേ? ആ മക്കൾ ഇതുകൊണ്ട് എവിടെയെങ്കിലും ഷോപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ കേന്ന് നിൽക്കുകയാണ് അല്ലേ? മക്കൾക്ക് അത് ഹരമാണ്. അവർ വലിയ വേറൊന്നും ഓർമ്മയില്ല. അപ്പൊ നമ്മൾ മുതിർന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനത്തെ പബ്ലിസിറ്റിയും വ്യവയൊക്കെ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഒരാളെയും ബുദ്ധിമുട്ടി വേദനിപ്പിച്ചൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ആ തിക്കും തിരക്കിലും പെട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആ ഫാമിലിക്ക്, ആ കുട്ടിക്ക്. നേരെ നിങ്ങളുടെ ഷോപ്പിന് ആർക്കും ഒന്നുമില്ല, നിങ്ങൾക്ക് പബ്ലിസിറ്റി ആണ് അതിൽ. നിങ്ങൾ പബ്ലിസിറ്റി പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും നടക്കും. പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് സങ്കടപ്പെടുത്തി നമ്മൾ നേടിയെടുക്കുന്ന ഒന്നും ശാശ്വതമല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾ ആരെയും ഉപദേശിക്കല്ല. ഇന്നത്തെ ഈ ഒരു വിഷമം കണ്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോയാണ്.